കൊച്ചി എത്തി. കൊച്ചി അല്ല നിമ്മി, കൊറിയ. കൊറിയർ ആയാലും പാഴ്സൽ ആയാലും ഇങ്ങ് എത്തിയല്ലോ. ഇരുന്നിരുന്ന് നടുവൊക്കെ വേദനിക്കുന്നു. ഇച്ചിരി പൊട്ടൻ ചുക്കാതി തൈലവും കൂടി എടുത്തോണ്ട് വരേണ്ടതായിരുന്നു. ഇവിടെ ഇത് കിട്ടുമോ ചേട്ടാ? പിന്നെ കിട്ടും. നീ ഇങ്ങ് വന്നേ, ഞാൻ മേടിച്ചു തരാം. ഫൈനലി ഞാൻ എന്റെ പിറക്കാതെ പോയ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി. അതിന് നീ ഇവിടെ അല്ലല്ലോ, പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ജനിച്ചത്. അങ്ങേര് തുടങ്ങി. ഞാനേ ഇവിടെയായിരുന്നു ശരിക്കും ജനിക്കേണ്ടിയിരുന്നത്. എന്ത് പറയാ, ദൈവത്തിന്റെ കയ്യിൽ ഇങ്ങോട്ടുള്ള വിസ തീർന്നു പോയിരുന്നു. അതാ ഞാൻ കേരളത്തിൽ ജനിച്ചത്. ഇവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ട ഞാനാ. ഇവളിത് എന്ത് തേങ്ങയായി പറയുന്നത്? ഇവിടെ ജനിച്ചിരുന്നതിൽ വല്ല കൊറേക്കാരനെയും കെട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. ഇതിപ്പോ കോക്കാച്ചിയല്ല മാക്കാച്ചിയല്ലാത്തൊരു സാധനം. കോക്കാച്ചി നിന്റെ കെട്ടിയോ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിന്നെ ഞാൻ ഇന്ന് സോറി, എനിക്ക് വഴക്കുണ്ടാക്കാൻ ഒട്ടും ടൈമില്ല. അതുകൊണ്ട് മിസ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ഹർത്താവേ, ഫോളോ മീ. ഒപ്പാ, ഐ ആം ഹിയർ. ഇവളിതുവരെ ഒപ്പിട്ട് തീർന്നില്ലേ? ദാണ്ട പോകുന്ന ഒരുമാതിരി ഗ്രഹണി പിടിച്ച പോലെ. ഇതെവിടെ ചെന്ന് തട്ടി നിൽക്കുവോ എന്തോ. സ്മൃതി, താനെന്താ ഇങ്ങനെ നോക്കണേ? എത്ര വട്ടം കൊതിച്ചതാന്നറിയോ ഇങ്ങോട്ടൊരു വരവ്. കഷ്ടകാലത്തിന് അത് കെട്ട് കഴിഞ്ഞപ്പോ ആയിപ്പോയല്ലോ എന്ന് ഓർത്തുന്നതാ. ഇനി ഞാൻ എന്റെ ജിമിനേട്ടനോട് എന്തു പറയും? ഒപ്പം ഇതൊക്കെ അറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ ജിമിനേട്ടന് എല്ലാം സഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ. കുഞ്ഞിപ്പിള്ളാന്റെ മനസ്സാ. ആഹാ, ബെസ്റ്റ്. ലോക പ്രശസ്തനായ ആ ചെറുക്കൻ കോടിക്കണക്കിന് പെൺപിള്ളേരെ പുറകെ നടത്താൻ കെൽപ്പുള്ളവൻ കേരളത്തിൽ കിടക്കുന്ന നീ കെട്ടിയെന്നറിഞ്ഞ മാനസമൈന പാടാൻ പോവുകയല്ലേ. അവൻ എന്നോട് മിക്കവാറും നന്ദി പറയും. എന്തിന്? അവന്റെ പിന്നാലെ നടക്കുന്ന ഒരെണ്ണത്തിന്റെ എണ്ണം കുറച്ചതിന്. നിന്ന് സ്വപ്നം കാണാതെ ഇങ്ങോട്ട് വടി. ഹോ, എന്തോ ഒരു വലിയ എയർപോർട്ടാണല്ലേ ചേട്ടാ. തറയൊക്കെ കണ്ടോ, കണ്ണാടി ചില്ല് പോലെ തിളങ്ങുന്നു. ഇതെന്ത് തരം മാർബിൾ ആണോ എന്തോ. ഓഹ്, നീ ഒന്നും മിണ്ടാതെ വാ എന്റെ നിമ്മി. വെരിഫിക്കേഷൻ നടത്തണം. ഇങ്ങ് വന്നേ. അയ്യോ, അന്യൻ ഹസന്റെ സിനിമ അല്ല മോളെ, അത് വിക്രമിന്റെ സിനിമയാ. നീ എന്താ നിമ്മി ഈ പറയുന്നത്? ആ കൊച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ മനുഷ്യ? അന്യൻ ഹസന്റേതാണോന്ന്. അത് അന്യനും മാരിയും വിക്രമൊന്നും അല്ല, അനിയാസിയോ എന്ന് പറഞ്ഞതാ. അങ്ങനെ പറ, ഇപ്പൊ മനസ്സിലായി. ഹോ, സമാധാനം. അതെ മോളെ, ഇത് അന്യനല്ല കേട്ടോ. ഇതെന്റെ കെട്ടിയവനാ, ബാങ്ക് മാനേജറാ. കാണാൻ അന്യനെ പോലെ തോന്നുന്നേ ഉള്ളൂ, മുടി വെട്ടത്തില്ല എന്നേ ഈ മനുഷ്യൻ. നിമ്മി, നീ ഇങ്ങോട്ട് മാറി നിന്നേ. എനിക്കിനി കൊറിയെന്നോട് തല്ലു വാങ്ങാൻ വയ്യ. ഓഫ്, ഈ മനുഷ്യൻ. നീ എന്താ ഈ നോക്കുന്നേ? അല്ല, ഇവിടത്തെ പിള്ളേരുടെ നിറമൊക്കെ കണ്ടോ? പാലിലായിരിക്കും ഇതിനെയൊക്കെ കുളിപ്പിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്താ, മൂക്കും കണ്ണും ഒന്നും കൊച്ചിൽ എണ്ണ വെച്ച് തിരുമ്മി വിടാത്തത് കൊണ്ട് മുഖമെല്ലാം ഒരുമാതിരി ചപ്പിച്ചുളിങ്ങാണ് കഴിക്കുന്നത്. എന്റെ പൊന്നെ നിമ്മി, നീ ദയവ് ചെയ്ത് വാ തുറക്കരുത്. അച്ഛാ, വെരിഫിക്കേഷൻ കഴിഞ്ഞില്ലേ? നമുക്കങ്ങ് പോയാലോ? ആ മോനെ, നമുക്കെന്നാ ഹോട്ടലിലേക്ക് പോവാം. എങ്കിൽ പിന്നെ ഞാനും ഏട്ടനും പോയി ഓരോ ടാക്സി വിളിച്ചിട്ട് വരാം. ലഗേജ് കുറച്ചുണ്ടല്ലോ. ഏതോ അന്യഗ്രഹത്തിൽ വന്ന പെട്ട പോലെ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സബ് ടൈറ്റിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പണ്ടേ അറിയാലോ ചേച്ചി. പിന്നെ നമ്മൾ പഠിച്ച കുറേയൊന്നും അസ്ഥാനത്തിട്ട് പ്രയോഗിച്ചാൽ നമുക്കിട്ട് തന്നെ പണി കിട്ടും. അച്ഛാ, ടാക്സി ഒന്നും. അങ്ങനെ എത്തി. അച്ഛാ, 3 മുറിയാ പറഞ്ഞേക്കുന്നത് നമുക്ക്. ദൈവമേ, ഞാൻ അങ്ങേരുടെ കൂടെ ആണല്ലോ. ഇവിടെ കോൺസേർട്ട് നടക്കാൻ പോകുന്നത് കൊണ്ട് നല്ല തിരക്കാണ് എല്ലായിടത്തും. നമുക്കതുകൊണ്ട് വേഗം ഫ്രഷായി വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. നാളെ നമുക്കൊരു ഗൈഡ് വരും എല്ലാ കാര്യവും പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. എങ്കിൽ നിങ്ങൾ വാ. ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ പാസ്പോർട്ട് കാണിക്കണം, അഡ്രസ്സും കൊടുക്കണം. അല്ല, നിങ്ങളെന്താ മനുഷ്യ ഈ തപ്പുന്നത്? നിമ്മി, അത് പിന്നെ പാസ്പോർട്ട്. ഈശ്വര, കളഞ്ഞോ നിങ്ങളത് കൊണ്ടുപോയി? ഇല്ല, കിട്ടി, ഭാഗ്യം. ഞാൻ കരുതി പോയെന്ന്. നിങ്ങളാ പാസ്പോർട്ട് എങ്ങാനും കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഈ നിമ്മിയുടെ വേറൊരു മുഖം നിങ്ങൾ കണ്ടേനെ. ഓ, നീ ഇനി എന്ത് കാണിക്കാനാ? ഞാനെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. അയ്യേ, നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. വാ, ബാക്കി പിന്നീട്. നനച്ചാ, നിങ്ങളുടെ 2 പേരുടെ റൂം ഞങ്ങളുടെ റൂമിന് ഓപ്പോസിറ്റാ. നീ അഡ്രസ് എഴുതി കൊടുക്ക്, സൈൻ ഇൻ ചെയ്യണം. ശരി ഏട്ടാ. എന്നാ ഞങ്ങൾ റൂമിലേക്ക് പൊയ്ക്കോട്ടെ മക്കളെ. നല്ല ക്ഷീണം, ഒന്ന് കുളിക്കണം. ശരി അച്ഛാ, നിങ്ങൾ ചെല്ല്. സ്മൃതി, വാടോ, നമുക്ക് പോകാം. നനച്ചാ, നിങ്ങൾ അങ്ങോട്ട് വന്നേ കേട്ടോ. ശരി ഏട്ടാ. ഡോക്ടർ നിരഞ്ജൻ മേനോൻ.
കൃത്തിക ജയകുമാർ. എന്ത്? എന്റെ പേര്. ആണോ? എനിക്കറിയില്ലായിരുന്നു. ഓ, തമാശയായിരിക്കും. ഒന്ന് പോടോ, പെട്ടെന്ന് എഴുതിട്ട് വാ. ഡോ, താൻ എന്തിനാ ഇങ്ങനെ? എന്തേ? താൻ എന്തിനാ കൃത്തിക നരഞ്ജൻ എന്ന് എഴുതിയത്? ഇപ്പൊ എന്റെ അഡ്രസ് തന്നെയാ നിന്റെ അഡ്രസ്. വായി നോക്കി നിക്കാതെ ഇങ്ങോട്ട് വാടി. ഇയാളെ ഇന്ന് ഞാൻ ഇതെവിടുത്തെ ന്യായോ? കെട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അച്ഛന്റെ പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കണം. എന്നിട്ട് എന്താ ആണുങ്ങൾ ഭാര്യയുടെ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർക്കാത്തത്? ഓ, എങ്കിൽ പിന്നെ മോൾ ഇവിടെ നിന്ന് മാറ്റി എഴുതിക്കോ. ഞാൻ പോവാ റൂമിലേക്ക്. ഓ, ഇനിയിപ്പോ പേര് മാറ്റിയിരുന്നിനാ അങ്ങേന്റെ കൂടെ പോവാം. അല്ലെങ്കിൽ ചിലപ്പോ ആ കാലിൽ എന്നെ പുറത്താക്കിയിട്ട് റൂമിൽ കയറി അടയിരിക്കും. കുക്കു പറഞ്ഞത് ശരിയാ. എന്തിനാ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ പേര് മാറ്റുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവള് ചോദിച്ചത് ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതാണോ നമ്മുടെ റൂം? ആ, ഇതാ. വാ. ആഹാ, ബെസ്റ്റ്. നാടകത്തിന് സ്റ്റേജ് കിട്ടിയതുപോലെ ഉണ്ട്. ആ, എന്റെ കൂടെ ഒരു കത്തിവേഷം ഉള്ളത് കൊണ്ട് അവരാടി തകർക്കാൻ ഒരു സ്റ്റേജ് കെട്ടി തന്നതാവും. ഇയാൾക്ക് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് വായടച്ച് വെക്കാവോ? ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കാലേ വാരി നിലത്തടിക്കും ഞാൻ. ഓഹോ, എങ്കി ഒന്ന് കാണണമല്ലോ. എങ്കി ഒന്ന് അടിക്കടി കാണട്ടെ. ദേ, പൊയ്ക്കോ. ഡോ, തന്നോടാ പറഞ്ഞത്. പോയില്ലെങ്കിൽ അടിക്കടി നീ. ഞാനൊന്ന് കാണട്ടെ. ദേ, മാറിപ്പോയേ. പോകാനാ പറഞ്ഞത്. താൻ എന്തുവാണ് ഈ കാണിക്കുന്നത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്ത്? കാണിക്കട്ടെ. നീ താങ്ങോ? എന്ത്? ദാ ഇത്. ഏട്ടാ, ഉം. please, വേണ്ട. ഓ, തുടങ്ങിയവൻ അവന്റെ കലാപരിപാടി. ഇനിയിപ്പോ ഇത് കഴിയുമ്പോ അയ്യോ പൊത്തോ മധു ഞാൻ എന്താ ചെയ്തേ എന്ന് പറഞ്ഞു വരും. എന്റെ വാവയോട് ഒടുക്കത്തെ റൊമാൻസ് അവനുണ്ട്. അത് പുറത്ത് കാണിക്കില്ല. കൊരങ്ങൻ പൊട്ടനത് മനസ്സിലാകത്തുമില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നുണ്ടോ? അതൊക്കെ ആ നെഹ്റുബേട്ടനെ കണ്ടുപഠിക്കണം. വേണ്ട, അതിലും അപ്പുറമായിരിക്കും ഇവൻ. വാവയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി വന്നാൽ പിന്നെ റൂമിന്റെ വെളിയിലേക്ക് അവളെ കാണാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയം. എനിക്കറിയാലോ ആ വെള്ളക്കോട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രേമ പിശാചിനെ. എന്താണ് മോളിസേ, ജാടയാണോ? ആരാടാ നാറി നീ? ഞാനൊരു പാവം കൊറിയൻ പ്രേതം. ഓഹോ, ഇവിടെ ഇനി അധികം നിക്കണ്ട. ഓ മൈ ഗാഡ്, മോളിസ് പോയോ? കൊച്ചു കൊള്ള. കുക്കുമോളെ, ഷേ, ഈ പിള്ളേരുടെ ഒരു കാര്യം. വാതിലടച്ചിട്ട് വേണ്ട ഇതൊക്കെ. ആകെ നാണക്കേടായി. ഷോ, ഇതെന്താ പോയ പോലെ തിരിച്ചു വന്നേ? പിള്ളേരവിടെ ഇല്ലായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. താനെന്തിനാടോ ചിരിക്കുന്നേ? ഈ പിള്ളേർക്കൊരു നാണല്ലേ ചേട്ടാ. വാതിൽ തുറന്നിട്ടാണോ? ഷേ, ഞാനാണെങ്കിൽ അങ്ങ് കേറി ചെല്ലുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ആകെ അങ്ങ് ചമ്മലായിപ്പോയി. ആ, ഇത് അവരുടെ മധുവിധുവല്ലേ. പിള്ളേർ ആഘോഷിക്കട്ടെ നിമ്മി. അതും ശരിയാ, പിള്ളേരുടെ സമയല്ലേ. അല്ല, നമുക്കും വേണ്ടേ ചെറിയൊരു മധുവിധു? എന്തോന്ന്? അല്ല, ഒരു സീസൺ 2 വേണ്ടേന്ന്. അയ്യടാ, ഇനി ഈ വയസ്സാം കാലത്ത് സീസൺ 2? റൊമാൻസിന് വയസ്സൊന്നും ഒരു പ്രശ്നമല്ലടോ ഭാര്യയെ. ഒന്ന് പോയേ മനുഷ്യ. പിള്ളേര് കെട്ടി നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞ പോലെ കൊച്ചുമക്കളിങ്ങ് വരും. അപ്പോഴങ്ങേരൊരു റൊമാൻസ്. അതെ, നമ്മുടെ മക്കളും മരുമക്കളും സ്വിച്ച് ഇട്ടാക്കാത്തുന്ന മെഷീനൊന്നും അല്ല. എന്തായാലും 10 മാസം പിടിക്കും കൊച്ചുമക്കൾ ഇങ്ങനെ ഓടിക്കളിക്കാനായിട്ട്. അതുവരെ എന്റെ ഉള്ളിലെ റൊമാൻസിനെ തളച്ചിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങോട്ട് വാടി എന്റെ നിമ്മിക്കൊച്ചെ. ഏട്ടാ വിട്ട. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? അതോ, അത് ഞാൻ കാണിച്ചു തരാം എന്തിന്റെ കേടാന്ന്. എന്ത് രസമല്ല ഏട്ടാ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും നിന്നെക്കാള് ഭംഗിയില്ല എന്റെ സ്മൃതിക്കൊച്ചെ. എന്താ ഏട്ടാ എന്തൊക്കെ കാണിക്കുന്നത്? വാതിലടച്ചിട്ടില്ല. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ ഇനി സമയമുണ്ടല്ലോ. കാണിച്ചേരാം. അയ്യേ ഓയെ, നാണയില്ലാത്ത മനുഷ്യൻ. ആഹാ, എനിക്ക് നാണുള്ളത് കൊണ്ടാ മോൾ ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ പച്ചമാങ്ങ നിന്ന് തുടങ്ങിയേനെ. അയ്യേ, വഷളത്തരം പറയുന്ന മനുഷ്യ. ആ, ഞാൻ എന്റെ ഭാര്യയോടല്ലേ വഷളത്തരം കാണിച്ചത്, അല്ലാതെ വേറെ ആരോടും അല്ലല്ലോ. പിന്നെ എന്റെ വഷളത്തരമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവേ. എനിക്ക് വയ്യ എന്റെ പെണ്ണെ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ. എത്രയെന്ന് വെച്ചാ? So, do you want me completely? നീ ഓക്കെ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പൊ വിളിക്ക്. നമുക്ക് പോകും മുമ്പ് റെഡിയാക്കാം. ഹേയ്, ശരിക്കും? ശരിക്കും.
ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടേത് മാത്രമാവണം. സ്മൃതി, മതി മതി, പോയി ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് വിശക്കുന്നു, ഫുഡ് കഴിക്കാൻ പോ. എന്റെ വിശപ്പ് തീർന്നില്ല, തീരുമെന്ന് തോന്നുന്നില്ല. പോ മനുഷ്യ, പോയി കുളിക്ക്. അവരിപ്പോ ഇങ്ങോട്ട് വരും. വാ, നമുക്ക് ഒന്നിച്ച് വിളിക്കാം. ഈടാ, തന്നെ അങ്ങ് വിളിച്ചാ മതി. സ്മൃതി, പോയെ മോൻ വണ്ടി വിട്ടെ. നിന്നെ ഞാൻ എടുത്തോളാടി പൂച്ചക്കുഞ്ഞെ. ഓ ആയിക്കോട്ടെ. ഡോ, തനിക്കിത് എന്തിന്റെ സുഖേടാ? ഇപ്പൊ നോക്കിയാലും എന്നെ കേറി അങ്ങ് ഉമ്മിക്കുവാണല്ലോ. നീയല്ലേ പറഞ്ഞത് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ റൂഡാണെന്ന്? അതുകൊണ്ട് എന്റെ ഉള്ളിലെ റൊമാൻസ് ഭൂതത്തിനെ ഞാൻ അങ്ങ് അഴിച്ചു വിടാന്ന് കരുതി. ദേ, ആ ഭൂതത്തിനെ കുപ്പി തന്നെ കയറ്റി അടച്ചു വെക്കുന്നത് തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഭൂതത്തിന് പിന്നെ കവചകുണ്ടലങ്ങൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതെന്താ? ആ, അതൊരു പഴയ സിനിമ. എന്റെ അടുത്ത് കളിച്ചാലേ ഞാൻ ആ സിനിമയുടെ പാർട്ട് 2 ഇറക്കും. പാർട്ട് 2ഓ? 22 ഫീമെയിൽ ഇൻ കൊറിയ. താനിവിടെ ഇരിക്കും, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. 22 ഫീമെയിൽ ഇൻ കൊറിയ? 22 ഫീമെയിൽ ഇൻ കോട്ടയം അല്ലേ? അയ്യേ, അവൾ ഉദ്ദേശിച്ചത് എന്റെ കീഴ്ക്കാവിലമ്മി. ഇവളാൾ ടെററാണല്ലോ. സൂക്ഷിച്ചാ എനിക്കും എന്റെ ബോഡിക്കും കൊള്ളാം. അകലാൻ ശ്രമിക്കും തോറും അടുത്തു പോവുകയാണല്ലോ ഞാൻ. വേണ്ട കുക്കു, ഒന്നും വേണ്ട. ഒരു കാലത്ത് നീ ഒരുപാട് വിശ്വസിച്ചതല്ലേ അയാളെ. പക്ഷെ നിന്നെ വെറും കറിയപ്പില പോലെ തള്ളിക്കളഞ്ഞു പോയതല്ലേ അവൻ. പറ്റിച്ചതല്ലേ നിന്നെ. വേണ്ട, ഒന്നും ഓർക്കണ്ട. ഇനിയും പഴയതൊന്നും ആവർത്തിക്കണ്ട. കൂടിപ്പോയാ 6 or 8 മാസം അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഉള്ളിൽ പോലും നീ ഒരു ഓർമ്മ മാത്രമാവും. അതുകൊണ്ട് ഒന്നും വേണ്ട, ഒന്നും ആലോചിക്കണ്ട. നിരഞ്ജ, കുക്കു, വാ ഭക്ഷണം കഴിക്കാൻ വാ. ആ, ദാ വരുന്നു ഏട്ടാ. ഡി മാക്രി, വാ കഴിക്കാൻ പോവാ. എനിക്ക് വേണ്ട, ഇയാള് പോയിട്ടോ. ലോകം അവസാനം എങ്ങാനും ആയോ? എന്താ? അല്ല, നീ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് പോയി തരുവോ? എനിക്ക് ഫുഡ് വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഒന്നുമില്ല. എങ്കി വന്നേ, വന്ന് വല്ലതും കഴിച്ചേ. എത്ര നേരമായി എന്തെങ്കിലും കഴിച്ചിട്ട്? എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ പൊയ്ക്കോ. ആ, എങ്കി ശരി. നീ വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഓ, ഞാൻ വന്നില്ലെങ്കിൽ തനിക്കെന്താ? പോയി കഴിക്കാൻ വേലേ. അയ്യോ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഗണപതിക്ക് വെക്കാതെ കഴിച്ച വിഘ്നങ്ങള് വല്ലതും ഉണ്ടായാലോ എന്ന് ഓർത്തിട്ടാ. ഓ, ഇങ്ങനെ ഞാൻ വരാം. നിനക്ക് വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, വാ പോകാം. വാ. ആ, നിങ്ങൾ വന്നോ? നിങ്ങളെ കാണാൻ വന്നപ്പോ നിരൂപനെ അങ്ങോട്ട് വിടാൻ തുടങ്ങുമായിരുന്നു ഞാൻ. ആ, ഇവള് കുളിച്ചിറങ്ങാൻ വൈകി, അതാ. വാ. കുക്കു, എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ചേച്ചി, യാത്രയുടെ ക്ഷീണമുണ്ട്, അതാ. എങ്കിലും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, എന്നിട്ട് പോയി റെസ്റ്റ് ചെയ്തോ എല്ലാരും. നീ എന്താ നിമ്മി നോക്കുന്നേ? ഓ, വലിയ ഹോട്ടലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കത്തിയും സ്പൂണും പപ്പടം കുത്തിയും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ഇതൊക്കെ എടുത്തു വെച്ച് ഉണ്ടാക്കി തിന്നണോ? കത്തിയും സ്പൂണും മനസ്സിലായി. ഈ പപ്പടം കുത്തി എന്താ? ദേ ഇത്. അമ്മേ, അത് പപ്പടം കുത്തിയല്ല, ചോപ്സ്റ്റിക്സ് ആണ്. ഫുഡ് കഴിക്കുന്ന സാധനം. ഇവിടെ ഉള്ളവരൊക്കെ അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുന്നത്, കൈ ഉപയോഗിക്കാറില്ല. ആ, അങ്ങനെ പറ. ഞാൻ ഓർത്ത് പപ്പടം കുത്തിയാണെന്ന്. അവര് പപ്പടം കൊണ്ടുവരുമെന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു ഞാൻ. അല്ല, ഇതെന്താ അച്ചാറോ? അമ്മേ, അത് കിംച്ചിയാ. ഒന്നുകൂടി, അച്ചാറും ഇഞ്ചിയും കണ്ടാ ഇരിക്കറിയാം. അടുക്കള കയറാത്ത നീ എന്നെ ഇതൊന്നും പഠിപ്പിക്കണ്ട. ആഹാ, ബെസ്റ്റ്. അമ്മേ, അതവിടെ വെക്ക്. ദാ ഫുഡ് കഴിക്ക്, ചൂടാറിപ്പോ. ഇതെന്താ അടുപ്പ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചേക്കുന്നത്? കറണ്ട് അടുപ്പാണോ? ഗ്യാസ് കുറെ ആവത്തില്ലേ? അമ്മേ, ഇത് ഹോട്ട് പോട്ടാണ്. ഫുഡ് ചൂടോടെ കഴിക്കാൻ വേണ്ടി അവര് തരുന്നതാ നമുക്ക്. ഒരുപാട് കാരണമൊന്നും ആവൂല. ആഹാ, ഇത് കൊള്ളാലോ. ചേട്ടാ, നമുക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. ഗ്യാസ് തീരുമ്പോ എടുക്കാലോ. പിന്നെ അയൽക്കൂട്ടത്തിലെ സുമതിക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം. പാവം, ഗ്യാസ് ഇല്ലാതെ അങ്ങ് കഷ്ടപ്പെടുവാന്നേ. സുമതിക്ക് മാത്രം ആക്കുന്ന എന്തിനാ? ശാന്തയ്ക്കും സരളയ്ക്കും സന്ധ്യയ്ക്കും കൂടി വാങ്ങിക്കൊടുക്കാം. ഇതെന്ത് സാധനം ഇത്? ഉപ്പും പിടിച്ചിട്ടില്ല, മുളകും ഇട്ടിട്ടില്ല. ഏതവളാ ഇത് ഉണ്ടാക്കിയത്? അവളല്ല അമ്മ, അവന. ഇവിടെ ഇതൊക്കെ കിട്ടും. ഇവിടെ മെയിൽ ഷെഫ്സ് ആണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത്. ഓ, എന്തൊരു നാടായത് മക്കളെ. ഇവിടെ വല്ല വീടും വാടകയ്ക്ക് കിട്ടുമോ നോക്ക്. നമുക്ക് വീട്ടിൽ വല്ല വെച്ചുണ്ടാക്കി കഴിക്കാം. ഇവളെ സമ്മതിക്കൂല. വഴി ഉണ്ടാക്കാം അമ്മേ. അമ്മ തൽക്കാലം കഴിക്ക്. ഓ, ഇതൊക്കെ എങ്ങനെ കഴിക്കാനാണോ എന്തോ.
ഇച്ചിരി പുത്തരി ചോറും സാമ്പാറും നല്ല കൊടമ്പുളി ഇട്ട് പറ്റിച്ച മീൻകറിയും പയറ് തോരനും ഉണ്ടായിരുന്നേല് ഹോ എനിക്ക് വയ്യ. കുക്കു, നീ എന്താ കഴിക്കാത്തെ? കഴിക്കുമോളെ. ആ കഴിക്കു അച്ഛാ. ഇവക്കിതെന്താ പറ്റിയേ? ഒന്നും കഴിക്കാതെ കൊതി നോക്കി ഇരിക്കുവാണല്ലോ. അല്ലെങ്കിൽ ഫുഡൊന്ന് എഴുതി കാണിച്ച് അവിടെ കമിഴ്ന്ന് വീഴുന്നവളാ. എനിക്ക് മതി, ഞാൻ റൂമിലേക്ക് പോവാ. ക്ഷീണം കാരണമാവും. മോള് പൊയ്ക്കോ, കിടന്നോ. അവൾക്ക് തീരെ വയ്യാന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് വിടണ്ട, ഞാൻ കൂടി ചെല്ലാം. ഏട്ടാ, അച്ഛ, എനിക്ക് മതി, ഞാൻ റൂമിലേക്ക് പോവാണ് കേട്ടോ. അയ്യോ, അത്രയും ഫുഡ് വെറുതെ ആയല്ലോ. ഈ പിള്ളേർക്ക് ഇതെന്താ പറ്റിയേ? അവര് പൊയ്ക്കോട്ടെ അമ്മേ, അമ്മ കഴിക്ക്. ഡി സ്മൃതി, അതല്ലേ നിന്റെ കൊറിയൻ പിള്ളേര്? അമ്മ അത് എക്സോ ആണ്. അത് പാത്രം കഴുകുന്ന സോപ്പല്ലേ? അയ്യോ എന്റെ അമ്മേ, അത് BTS പോലുള്ള വേറൊരു ബാൻഡാണ്. അപ്പോ ഇത് BTS അല്ലല്ലേ? ഇതുങ്ങളെല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്, അതാ മനസ്സിലാകാത്തത്. അല്ലേലും നിങ്ങൾ അമ്മമാർക്ക് ചൈനക്കാരനായാലും ജപ്പാൻകാരനായാലും ഇനി തായ്ലൻഡുകാരനായാലും എല്ലാരും BTS ആണല്ലോ. അല്ലേ, ഇത് നല്ല കൂത്ത്. ഇവന്മാരെല്ലാരും ഒരുപോലെ ഇരിക്കുന്നത് ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടാണോ? അയ്യോ, രണ്ടാളും ഒന്ന് നിർത്ത്, അല്പം സ്വസ്ഥത. കുക്കു, എന്താ? നിനക്ക് വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വന്നതാ ഞാൻ. ഓ, ഇവൾക്ക് പീരീഡ്സിന്റെ പെയിൻ ആയിരുന്നോ? പാവം, അതാ അവള് ഫുഡ് കഴിക്കാതെ ഇങ്ങ് പോകുന്നത്. ഹലോ, ക്യാൻ ഐ ഗെറ്റ് സം ഹോട്ട് വാട്ടർ ആൻഡ് സം ഡാർക്ക് ചോക്ലേറ്റ്സ്? ഏട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. സോ യുവർ ഓർഡർ. താങ്ക് യു. കുക്കു, കുക്കു, ഡാ എഴുന്നേക്ക്, വാ. എന്താ? വാ, എഴുന്നേക്ക്. ഈ ചൂടുവെള്ളം കുടിക്ക്, വേദന കുറയും. വാ, ഞാൻ പിടിക്കാം. ഡാ, അത് കുടിച്ചിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് കൂടി കഴിക്ക്, അപ്പോൾ പെയിൻ കുറയും. താഴിട്ട് പൂട്ടിയതെന്തോ അതൊക്കെ കൂടുതൽ ശക്തിയോടെ പുറത്തു വരികയാണല്ലോ ദൈവമേ. വേദന ഉണ്ടോടാ നിനക്കിപ്പോ? ഏട്ടൻ തിരുമ്പി തരട്ടെ? വേണ്ട, ഞാനിപ്പോ ഓക്കെയാണ്. എങ്കിൽ നീ കിടന്നോ. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഈശ്വര, വേണ്ടാന്ന് വെക്കും തോറും ഇയാൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കയറാൻ ശ്രമിക്കുകയാണല്ലോ. പറിച്ചറിയാൻ പറ്റാത്ത വിധം എന്നെ ചുറ്റി വരികയാണല്ലോ. ആർക്കും വിട്ടുകൊടുക്കാതെ ഒരു വിധിക്കും അവളെ തട്ടിയെറിഞ്ഞു കൊടുക്കാതെ എന്ന് നീ ഇങ്ങനെ അവളെ ചേർത്ത് പിടിക്കണേ നിരഞ്ജ. കാരണം അവൾക്ക് മുറിവേറ്റ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാ തിരികെ നമ്മൾ പോകുന്ന ദിവസം അന്ന് മുതൽ ആരംഭിക്കും അവളുടെ കൗണ്ട് ഡൗൺ. ഡാ, നിന്റെ ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ആണോ? താങ്ക്സ് ഡാ. താങ്ക്സ് ഒന്നും വേണ്ട. നീ അധികം വൈകാതെ ഞങ്ങൾക്കൊരു കല്യാണ സദ്യ കഴിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്നാ മതി. അതൊക്കെ ശരിയാക്കാടാ. അവളെ കണ്ട് എന്റെ ഇഷ്ടം തുറന്നു പറയുന്ന ആ ദിവസം. അത് കഴിഞ്ഞ പിന്നെ ആഘോഷം തുടങ്ങുകയല്ലേടാ ഞാൻ. എന്നാലും എങ്ങനെയാടാ മച്ചു, 5 വർഷമൊക്കെ ഒരു പെണ്ണിനോട് ഇഷ്ടം തുറന്നു പോലും പറയാതെ അവക്ക് വേണ്ടി ഇങ്ങനെ. പ്രണയം അതങ്ങനെയാടാ. അത് തോന്നിപ്പോയാ പിന്നെ കാത്തിരിപ്പോ അകലോ ഒന്നും ഒരു പ്രശ്നമല്ല. എത്രയോ പെൺകുട്ടികളുടെ പിന്നാലെ ഫ്ലർട്ട് ചെയ്ത് നടന്നതാ ഞാൻ. എന്നിട്ട് അവൾ ഒരുത്തി എന്റെ ഉണ്ടക്കണ്ടി പെണ്ണ് വേണ്ടി വന്നില്ലേ എന്നെ തളയ്ക്കാൻ. അയ്യോ, എനിക്ക് കേൾക്കാൻ വയ്യേ ഈ കള്ള കാമുകന്റെ അനന്തമായ പ്രേമം. ഒന്ന് പോടാ, നീ നോക്കിക്കോ. ഈ പ്രാവശ്യത്തെ പോക്കിന് ഞാൻ എന്തായാലും അവളോട് എന്റെ ഇഷ്ടം പറയും. ആയിക്കോട്ടെ. ആടാ, പിന്നെ ഞാൻ അമ്പലത്തിൽ പോവുക. നിന്റെ പേരിലൊരു സ്വയംവര പുഷ്പാഞ്ജലി ഞാൻ നടത്തുന്നുണ്ട്. നിന്റെ നാളെന്താ? രേവതി. ഈശ്വര, ഇന്നലെ ഇയാള് എന്റെ കൂടെയാണോ കിടന്നത്? ഇങ്ങനെ എന്ത് പിടിയോ പിടിച്ചേക്കുന്നത്? നീ? ആനയല്ല ഞാൻ, കൃതിക. താൻ എന്തിനാ ഇന്നലെ എന്റെ കൂടെ കിടന്നേ? പിന്നെ ഞാൻ എവിടെ പോയി കിടക്കണം? ഇത് ഞാനും കൂടി ക്യാഷ് കൊടുത്തിട്ട് എടുത്ത മുറിയാ, അല്ലാണ്ട് നിനക്ക് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ. ഓ, രാവിലെ തുടങ്ങി അങ്ങേര്. ഡി, എന്താടി നീ പുറകുറുക്കുന്നത്? കടവാവലിന്റെ അത്രേ ഉള്ളൂ. എന്തിന്റെ ജീവനിന്റെ ശബ്ദം ഒന്ന് നിർത്തുന്നുണ്ടോ? നമ്മൾ രണ്ടാളും പറഞ്ഞിട്ടുള്ളതല്ലേ ആക്ടിംഗ് ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മതിയെന്ന്. പിന്നെ എന്തിനാണോ താൻ എന്റെ കൂടെ കയറി കിടന്നത്? അയ്യടാ, കൂടെ കിടത്താൻ പറ്റിയൊരു ചളുക്ക്. എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ ഇന്നലെ നിനക്ക് വയ്യാണ്ടിരിക്കുവല്ലേ എന്നോർത്തിട്ടാ ഞാൻ നിന്റെ കൂടെ കിടന്നത്. പോരാത്തതിന് ഇവിടെ നല്ല തണുപ്പ. തറയിൽ കിടന്ന് എന്റെ നടു പൊക്കാൻ പറ്റാതെ വന്നാൽ നീ നോക്കൂ എന്നെ. എന്റെ പട്ടി നോക്കും. ഓ, പേപ്പട്ടി ആയിരിക്കും. തന്നെ ഞാൻ. ഹലോ. ഓക്കെ, താങ്ക്സ്.
തമ്പ്രാട്ടിക്ക് പറ്റുമെങ്കിൽ കുളിച്ച് റെഡിയായി വാ. നമുക്ക് പോകാനുള്ള വണ്ടിയും ഗൈഡും റെഡിയാണ്. ഞാൻ ജനേട്ടനോട് പറഞ്ഞിട്ട് വരാം. 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങണം. ഓ കാലൻ, ഏത് നേരത്താണോ എന്ത് ദൈവമേ എനിക്ക് ഈ തീവണ്ടിക്ക് ചെന്ന് തല വെക്കാൻ തോന്നിയത്. അച്ഛാ, ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ റെഡിയായിട്ട് നേരം കുറെ ആയി. നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുവരെ ഒരുങ്ങി തീരാറായില്ല. ആഹാ, ഒരു സാരി ഉടുത്തോണ്ട് വന്നെ ഇത്രയും അച്ഛാ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈശ്വര, ഇതെന്റെ നിമ്മി തന്നെ അല്ലേ ഇത്? എന്താ മനുഷ്യ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിമ്മി, ഇതെന്താ നിന്റെ സംസാരത്തിന് പറ്റിയത്? എന്റെ സംസാരത്തിന് ഒന്നും പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. കിംചി തിന്നുന്ന നാട്ടിൽ വന്ന നടു പോയിസൺ തിന്നണം. പോയിസണോ? പോയിസൺ അല്ല അമ്മേ, പോർഷൻ. യാ മോളു, ദാറ്റ് സാധനം. എന്താടി മക്കളെ ഇതൊക്കെ? രാവിലെ ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് കയറിയതാ. അപ്പം മുതലതേ ഇതാണ് സംസാര രീതി. ഞാൻ ഓർത്തു അച്ഛൻ അമ്മയുടെ തലക്കിട്ട് വല്ല ഒലക്കയും വെച്ച് അടിച്ചിട്ടുണ്ടാവുമെന്ന്. ചേച്ചിക്ക് അത്രയല്ലേ ഉള്ളൂ. എന്റെ പുതിയ ജാക്കറ്റും ഷൂസും ഇട്ട അമ്മയുടെ നിപ്പ്. എന്താടി നിനക്കൊക്കെ? എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലാ. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അല്ലേ ഡാർജിലിംഗ്? ഡാർജിലിംഗോ? അച്ഛാ, ഡാർലിംഗ് എന്താ ഉദ്ദേശിച്ചത്? ആ മതി മതി, വാ താഴെ പോവാം നമുക്ക്. ടാക്സി കാത്ത് നിൽക്കുക. കൂടാതെ നമ്മുടെ ഗൈഡും ഉണ്ട്. കുക്കു, നിനക്കിപ്പോ പെയിൻ ഉണ്ടോ? ആ കുറവുണ്ട്. പാഡ് എടുത്തില്ലേ? ആ എടുത്തു. പിന്നെ എന്തേലും വയ്യായിക തോന്നിയാല് പറയണം. ആ പറയാം. എങ്കി വാ. കർത്താവെ, ഇങ്ങേന്റെ തലയിൽ വല്ല തേങ്ങയും വേണോ? രാവിലെ കടിച്ചു കയറാൻ നിന്നിട്ട് ഇപ്പൊ എന്റെ സുഖവിവരം അന്വേഷിക്കുന്നു. എന്റെ കാര്യത്തിൽ ഇത്രയും കെയറോ? ഇനി എന്നെ ആക്കിയതാണോ? ഏയ്, അങ്ങനെ വരില്ല. വരുന്നില്ലേ നീ? ആ വരുവാ. ഡാ നിരജ, നമുക്ക് പോകാനുള്ള കാറ് മുന്നിലുണ്ട്. അവിടെ 2 ഗേറ്റ്സും ഉണ്ടെന്നാ റിസപ്ഷൻ എന്ന് പറഞ്ഞത്. എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ആ ശരി ഏട്ടാ, വാ പോകാം. അനയാസിയോ? ഓ അനയാസിയോ, അവർ ടൂറിസ്റ്റ് ഗൈഡ് റൈറ്റ്? യെസ് സർ. നൈസ് ടു മീറ്റ് യു എവരിബഡി. യുവർ ഗുഡ് നെയിം പ്ലീസ്? സർ, മൈ നെയിം ഇസ് ഹർഷ ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ വർഷ. ഹർഷ ആൻഡ് വർഷ. സോ യു ഗേൾസ് ആർ മല്ലൂസ്? യാ റൈറ്റ്. ആഹാ, ഞങ്ങള് മലയാളികളാ. അപ്പോ മലയാളം മതിയല്ലോ. ആ ഓക്കെ സർ, ഞങ്ങളും മല്ലൂസ് ആണല്ലോ. ഞങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. ഓ നൈസ്. ഞങ്ങളും ബ്രദേഴ്സ് ആണ്. ബൈ ദ വേ, ഐ ആം നിരഞ്ജ മേനോൻ, ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. അങ്ങേരി കോഴി തന്നെയാ, നല്ല ഒന്നാന്തര കാട്ടുകോഴി. കണ്ടില്ലേ, 2 പെടക്കോഴികളെ മണം അടിച്ചപ്പോ തന്നെ മൂക്കും കുത്തി വീണേക്കുന്നു. ഞാൻ ഇവിടെ നിപ്പുണ്ടെന്നൊരു ബോധം പോലും ഇല്ല. കാലൻ. നൈസ് ടു മീറ്റ് യു സർ. ഹായ്, ഐ ആം ഡോക്ടർ നിരൂപ് മേനോൻ, ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതെന്റെ ഭാര്യ സ്മൃതി. അത് അച്ഛൻ, അമ്മ. അച്ഛനാണോ? ആ അതെ. യു ലുക്ക് സോ യങ്. ഇവരുടെ എൽഡർ ബ്രദർ ആണെന്നേ പറയൂ. ആ എന്ത് ചെയ്യാനാ, കുറച്ച് ഗ്ലാമർ കൂടി പോയി. അതെ, അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങണ്ട. 2 പിള്ളേരുടെ അപ്പനാണ്. അധികം വൈകാതെ മുത്തശ്ശനാവും. അപ്പോഴങ്ങേരുടെ ഒരു ഗ്ലാമർ. അസൂയക്കും കുശുമ്പനും മരുന്നില്ലടി മോളെ നിമ്മി. ഇതല്ലേ അമ്മ? അതെ, എന്റെ വൈഫ് നിർമ്മല. നിമ്മി എന്ന് വിളിക്കും. അപ്പോ ഇത്? അത് പിന്നെ എന്റെ വൈഫാണ്, കൃതിക നിരഞ്ജ്. ഓ ഐ സി. നൈസ് ടു മീറ്റ് യു മാഡം. അപ്പോ നമുക്ക് പോയാലോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് യാത്ര തുടങ്ങാം. ഓക്കെ. വർഷ, ഞാൻ അവിടെ ഇരിക്കാം, താൻ ഇവിടെ ഇരുന്നോളൂ. ഓ ഓക്കെ ഡോക്ടർ. അങ്ങേർക്ക് എന്റെ അടുത്തിരുന്നൂടെ? അവളുടെ കൂടെ ഇരിക്കും. കോന്തൻ കണ്ടില്ലേ, നഞ്ചു വിഴുങ്ങിയ സ്രാവിനെ പോലെ അവളുടെ മോന്തയെ നോക്കി ഇരിക്കുന്നു. നെരുബേട്ടാ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. കുക്കുവിനെ കണ്ടോ? നരഞ്ചൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി ഇരിക്കുന്നത് കണ്ട് ജലസായെന്നാ തോന്നുന്നത്. ആ ഇത് കൊള്ളാലോ. അല്ല സ്മൃതി, ഞാനിതുപോലെ പോയിരുന്ന തനിക്ക് ജലസാവോ? ഓ പിന്നെ ജലസ്. അതാണ് എന്റെ സ്മൃതി മോള്. നിനക്ക് ജലസ് അടിക്കോ ഇല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെടി മോളെ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാ അവിടെ എത്തുക? ഒരു 20 മിനിറ്റ്സിനുള്ളിൽ എത്തും. ഓക്കെ. അല്ല, നിങ്ങളെ രണ്ടുപേരുടെ നാട് എവിടെ കേരളത്തില്? അത് കോഴിക്കോടാണ്. അച്ഛൻ മലയാളി, അമ്മ കൊറിയനും. അതാ ഞങ്ങൾ ഇവിടെ. ഓ, ഇന്റർനാഷണൽ മാരേജ്. അതെ ഡോക്ടർ. അപ്പോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതോ? അതെ ഡോക്ടർ, ഞങ്ങളിപ്പോ ഇവിടെ MBA ചെയ്യാണ്. പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് ഈ പാർട്ട് ടൈം ജോബ്. ഓക്കെ ഓക്കെ. വാവ് വർഷ, തന്റെ ഹെയർ കളർ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഓ, ഒരു ഒലക്ക കിട്ടിയിരുന്നെങ്കിൽ അങ്ങന്റെ തലമണ്ട നോക്കി അടിച്ചു പൊട്ടിക്കായിരുന്നു. പാർട്ട മഴപ്പാറ്റ. ഹർഷ, നല്ല വാച്ച് ആണല്ലോ. താങ്ക്സ് ഡോക്ടർ. ഓ, അതിനെന്തിനാ അങ്ങേര് അവളുടെ കൈ കയറി പിടിക്കുന്നത്?
സാർ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. അങ്ങേരുടെ വായിൽ പൂച്ച വിറ്റ് കിടക്കാം. എന്തൊക്കെ അറിയണേ ഇവക്ക്? നിങ്ങളുടേത് അറേഞ്ച് മാരേജ് ആയിരുന്നോ? അല്ല, ലവ് മാരേജ് ആയിരുന്നു. ഓ മൈ ഗോഡ്, ഇപ്പോഴും സാറിന് മാഡത്തിനോട് പ്രണയം ഉണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അതാ ഇപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ മാഡത്തിനൊരു സമയം കഴിഞ്ഞപ്പം അത് പോയ പോലൊരു ഫീല് മുഖത്ത് കാണുന്നുണ്ട്. ഏയ്, ഞങ്ങൾക്കിടയിൽ ഇപ്പോഴും പ്രണയമുണ്ട് അല്ലേടോ നിമ്മി? ആ സ്ഥലം എത്തിയല്ലോ, എല്ലാരും വാ, ഇറങ്ങിക്കോ. നിങ്ങൾ വരുന്നില്ലേ കഴിക്കാൻ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോ. ഞങ്ങൾക്ക് ഗസ്റ്റിന്റെ കൂടെ ഇരുന്ന് കഴിച്ചുവിടാ ഫുഡ്, അതാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, താനിങ് വന്നേ. ഹർഷ, താനും വാടോ. ആ സാർ വരാം, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് വരാം. നിങ്ങൾ പൊയ്ക്കോ. ഹലോ, ആടി ടൂറിസ്റ്റിനെ കൊണ്ട് വന്നതാ. എൻ്റെ ഏടി പോളി ഡോക്ടർമാര് രണ്ടും ഒന്നിനൊന്ന് മെച്ചം. അച്ഛനും മോശമൊന്നുമല്ല. ഇവന്മാർക്ക് ഭാര്യമാരോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നും. അതിലൊരുത്തനാണെങ്കിൽ വർഷയുടെ പിന്നെന്ന് മാറുന്നില്ല. അത് മിക്കവാറും വർഷയ്ക്കുള്ള മുതലാവുമെന്നാ തോന്നുന്നത്. കുക്കു കുക്കു എവിടെ? അവള് വന്നില്ലേ? ഇല്ലല്ലോ, അവളിത് എവിടെ പോയേ? ഞാൻ പോയി നോക്കാം. വേണ്ട ഏട്ടാ, ഞാൻ പോയി നോക്കാം, നിങ്ങൾ കഴിക്ക്. ആ ഓക്കെ. ഇവളിത് എവിടെ പോയി? ആഹാ, ദാ നിൽക്കുന്നു. ഇവളെന്താ വല്ല കഥ എഴുതാൻ പോണോ? വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നു. ഡീ, നീ കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ല, നിനക്ക് വിശന്നാലോന്ന് ഓർത്ത് പറഞ്ഞതാ. ഇയാൾക്ക് വിശക്കുന്നെങ്കിൽ ഇയാള് പോയി കഴിക്ക്. എന്തിനാ എന്റെ കാര്യം അന്വേഷിക്കുന്നത്? നീ ഇപ്പൊ എന്റെ ഭാര്യ ആയതുകൊണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഭാര്യയല്ലേ, അതിനിപ്പോ ഇത്രയും വലിയ ബിൽഡപ്പ് ഒന്നും ഉണ്ടാക്കണ്ട. കുക്കു, മൈൻഡ് യുവർ വേർഡ്സ്. ഇല്ല, എനിക്കിഷ്ടല്ല. താൻ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വരുന്നത്? താൻ ആരാ എന്റെ? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ എപ്പോഴാടി പുള്ളിയെ നിന്നെ ടോർച്ചർ ചെയ്തത്? വയ്യാണ്ടിരിക്കുമല്ലേ, ഈ സമയത്ത് ഫുഡും വെള്ളമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ച് സഹാനുഭൂതി കാണിച്ചു എന്നേ ഉള്ളൂ. ആർക്ക് വേണം നിങ്ങളുടെ ഭൂമിയും ഭൂതവും ഒക്കെ? കൊണ്ടുപോയി നിങ്ങളുടെ പാതി കൊറിയേക്ക് കൊടുക്കും. പാതി കൊറിയയോ? ആ വർഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ തന്റെ വിചാരം? തന്റെ ഇളക്കമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓഹോ, അപ്പൊ അതാണ് ഈ അഗ്നിപർവ്വതം പൊട്ടാനുള്ള കാരണം. റെഡിയാക്കി തരാം മോളെ. എന്താടോ താനിങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല, തമ്പുരാട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിന്ന് പോയതാ. ഞാൻ അങ്ങോട്ട് പോവാ, നിനക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കും. അങ്ങേരം അങ്ങനെ ഇപ്പൊ ഇവിടെ പറ്റില്ല. ഇന്ന് അയാളുടെ കട്ടയും പടവും ഞാൻ മുടക്കും. വല്ലവന് വേണ്ടി പട്ടിണി നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നമുക്ക് ഫുഡ് മുഖ്യം. ജയൻ സാർ, ഇത് കഴിക്ക്. ദേ ഇതൂടെ, ഇത് നല്ല ടേസ്റ്റാ. ഇവളാരാ അങ്ങേരെ ഊട്ടാനായിട്ട്? സ്കൂളിലായോ വാ തുറന്നു കൊടുക്കാനായിട്ട് ആ കിളവന്? ഹർഷ, തനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ നിറം പോലും അയക്കറിയില്ല. അവളുടെ ഡ്രസ്സ് കൊള്ളാം, ശരിയാക്കി തരാടോ. നീ എവിടെയായിരുന്നു കുക്കു? വാ വന്ന് കഴിക്ക്. വർഷ, തന്റെ ഫോൺ നമ്പർ ഒന്ന് തരണേ. ഹരിയേട്ടൻ. ചേച്ചി, ഞാനിപ്പോ വരാം. ഓ, അവൻ എന്തിനാ ഇപ്പൊ ഇവിടെ വിളിക്കുന്നത്? ആഹാ, ഇതിപ്പോ ഹണിമൂണിന് വന്നിട്ട് എല്ലാം കൂടി തമ്മിൽ തല്ലുന്ന പരുവാണല്ലോ. ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോയി എനിക്ക് തല്ലുകൂടാൻ പറ്റുന്ന വല്ല കൊറിയൻ ഒപ്പയുടെ ആത്മാവിനെ കിട്ടുമോ നോക്കട്ടെ. എന്താ മോളിസേ, എന്നെ വിളിച്ചായിരുന്നോ? താനോ? താനെന്താ ഇവിടെ? അത് പിന്നെ നമുക്ക് എവിടെ വേണേലും പോകാമല്ലോ. അല്ല, തല്ലുകൂടാനൊരു കൊറിയൻ പ്രയത്തെ തിരക്കുന്നു അറിഞ്ഞു. ഞാൻ ഫ്രീ ആണ് കേട്ടോ മോളിസേ. ആണോ? എന്നാലേ അങ്ങോട്ട് മാറിയിരിക്കെ, അവൻ വന്നേക്കുന്നു. ഇവള് പോയിട്ട് കുറെ നേരം ആയല്ലോ, ഒന്ന് പോയി നോക്കാം. ഏട്ടാ, നിങ്ങൾ കഴിക്ക്, ഞാൻ ദാ വരുന്നു. നീ ഇതെവിടെ? പോയോ? ഓ, ഇവളിത് എവിടെ പോയി കിടക്ക?